ഡിയർ വൺസ്, എല്ലാവർക്കും ടൂൾസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു 2024 നെക്സ്റ്റ് സെറ്റ് എക്സാം എന്നായിരിക്കും എന്നുള്ള ഒരു വാർത്ത. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് വിൽ ബി ഓൺ ജൂലൈ ലാസ്റ്റോ ഓഗസ്റ്റ് ആദ്യമായിട്ടായിരിക്കും ഈ തവണത്തെ രണ്ടാമത്തെ സെറ്റ് പരീക്ഷ നടക്കുക. അപ്പൊ നമ്മളുടെ മുമ്പിൽ ഇനി ഏകദേശം ഒരു 4 മാസം സമയമുണ്ട്. ഈ 4 മാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഭംഗിയായിട്ട് സെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ കൃത്യമായി കേൾക്കുക. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടേക്ക് എ കോപ്പി ഓഫ് ദി സിലബസ്. LBSന്റെ സൈറ്റിൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സിലബസ് അവൈലബിൾ ആണ്. ഏകദേശം 6 യൂണിറ്റ് ഉള്ള, ഓരോ യൂണിറ്റിലും 20ഓളം മൊഡ്യൂളുകളുള്ള, അങ്ങനെ 120 മൊഡ്യൂളുള്ള ഒരു സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. ആ സിലബസിനകത്തുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. അതിന്റെ ഇലാബറേറ്റഡ് സ്റ്റഡി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഇലാബറേറ്റഡ് സ്റ്റഡി എങ്ങനെ കൊണ്ടുപോകണം, ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെ അറിയാൻ നിങ്ങളെ സഹായിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സോ 2016 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻസർ കീയോടൊപ്പം അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നെസസറി മെറ്റീരിയൽസ്, MH ഇബ്രാഹത്തിന്റെ ലിറ്റററി ടേംസ് എന്ന് പറയുന്ന ഗ്ലോസറി എന്ന് പറയുന്ന ടെക്സ്റ്റ്, ഏതെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി പറയുന്ന, ഫോർ എക്സാമ്പിൾ എഡ്വേർഡ് ആൽബർട്ടിന്റെ ടെക്സ്റ്റ് ആണ്, അങ്ങനത്തെ ടെക്സ്റ്റുകൾ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാം നെറ്റിന്റെ ഒക്കെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നെറ്റിന്റെ മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം സെറ്റ് എക്സാമിന്റെ ലെവല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഡെയിലി അപ്ഗ്രേഡ് ആയിട്ട് വരുന്നത് കാരണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നതും ഒരു പടി മുകളിലായിരിക്കണം. സോ നിങ്ങൾ നെറ്റിന്റെ കോച്ചിങ് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്താൽ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ്. ഇത്രയും ഒരു ടോപ്പിക്സ് നിങ്ങൾ ക്ലിയർ കട്ട് ആയിട്ട് കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 to 75% ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇതല്ലാതെ ഒരുപാടുണ്ട്. ലിറ്ററേച്ചർ ഇസ് വെരി വാസ്റ്റ് ഏരിയ അല്ലെ? പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇത്രയും ഏരിയാസ് ഉണ്ട്. ഒന്ന് ചോസറും ചോസറിന്റെ കണ്ടംപറീസും. എപ്പോഴും ചോസറിന്റെ വർക്ക് ആയിട്ടുള്ള കാന്റംബറി ടെയിൽസും ചോസറിന്റെ കണ്ടംപറീസും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നീടുള്ളത് ഷേക്സ്പിയറിന്റെ വർക്ക്സ് ആണ്. ഷേക്സ്പിയർ വർക്ക്സും ഷേക്സ്പിയർ ക്യാരക്ടേഴ്സും എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡ്രൈഡൻ, പോപ്പ്, റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ റൈറ്റേഴ്സ്, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, ക്രിറ്റിസിസം, ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ ഫേമസ് ആയിട്ടുള്ള പോയത്തിന്റെ ലൈൻസ്, കൊട്ടേഷൻസ്, സ്റ്റോറി ലൈൻസ്, കോട്സ് ഫ്രം ഫേമസ് വർക്ക്സ്, ക്യാരക്ടർ ലിസ്റ്റ്, വർക്ക് ലിസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഈ എൻറ്റയർ സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം, ചോസർ ആൻഡ് കണ്ടംപററീസ്. ചോസറിന്റെ ഒരു ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ഏജ് ആണ് ചോസറിന്റെ കാലഘട്ടമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കറിയാം ഓൾഡ് ഇംഗ്ലീഷ്, നമ്മൾ ഇങ്ങനെയാണ് ലിറ്ററേച്ചറിന്റെ ഒരു പീരീഡ് നമ്മൾ എങ്ങനെയാ പഠിക്കുക? ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, റിനൈസൻസ്, നമ്മൾ അങ്ങനെ പഠിക്കുക. പക്ഷെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ കൂടുതലും മാനുസ്ക്രിപ്റ്റ്സ് ആയിരുന്നു, റിട്ടൺ വർക്ക്സുകൾ കുറവായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറെ വർക്ക്സ് അനോണിമസ് ആയിരുന്നു. അപ്പൊ നമ്മൾ മിഡിൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴാണ് ലിറ്ററേച്ചറിന്റെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഓരോ ലിറ്റററി ഏജും, ഞാനിത് ചോസറിന്റെ ഏജ് പറഞ്ഞു എന്ന് വിചാരിച്ച് ചോസറിന്റെ ഏജിനെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ടത്. ഓരോ ലിറ്റററി ഏജിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ലിറ്റററി ഏജിന്റെ സൈലന്റ് ഫീച്ചേഴ്സ്, അവിടെ ആ ഏജിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, ആ റൈറ്ററിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്, ആ വർക്കിന്റെ ഫീച്ചേഴ്സ്, അതിൽ തന്നെ അവരുടെ ഏറ്റവും ഹൈലൈറ്റഡ് അല്ലെങ്കിൽ അവരുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്ക്സ്, അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഏജ് നോക്കുവാണെങ്കിൽ ഒരു ട്രാൻസിഷൻ ഇറയായിരുന്നു. അതുപോലെ വല്ലാതെ ആൾക്കാർക്ക് നാഷണലിസം പോലത്തെ ഒരു ഇൻട്രസ്റ്റ് വന്ന കാലഘട്ടമായിരുന്നു. ബ്ലാക്ക് ഡെത്ത്, ഫെമിനിൻ, സോഷ്യൽ അൺറെസ്റ്റ്, അങ്ങനെ അത്യാവശ്യം കലുഷിതമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ ചർച്ച് ആൻഡ് ക്ലർജി പീപ്പിളിന്റെ നല്ല രീതിക്കുള്ള കറപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചോസറിന്റെ കാന്റംബറി ടെയിൽസ് ഒക്കെ വായിക്കുമ്പോൾ ആ ഒരു കറപ്ഷൻ ഒക്കെ വ്യക്തമാണ്. അതുപോലെ പുതിയൊരു ലേണിംഗ് ഏജിന്റെ ബിഗിനിങ് കൂടിയായിരുന്നു ചോസറിന്റെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇറ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ഏജ് ആണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അത്യാവശ്യം ടർബുലന്റ് ആയിട്ടുള്ള, അത്യാവശ്യം
പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സോഷ്യലും റിലീജിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചുകൾ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ചേഞ്ച് ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നാഷണലിസം, ഗ്രോത്ത് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത്. അതുപോലെ ലിറ്ററേച്ചറിനും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഓൾഡ് ഇംഗ്ലീഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓറൽ മാനുസ്ക്രിപ്റ്റഡ് ഫോം ആയിരുന്നു. അതൊരു റിട്ടൺ ഫോമിലേക്ക് വരികയും അനോണിമസ് റൈറ്റേഴ്സിൽ നിന്നും നോൺ റൈറ്റേഴ്സിലേക്ക് മാറുകയും അതുപോലെ ടെക്സ്റ്റ് ടു റീഡർ ആ ഒരു ഫോക്കസ് വരികയും റീഡേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയും അതെ അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു കാലഘട്ടം. അതുപോലെ ഫ്യൂഡലിസം, ഷിവലറി, ചർച്ചസിന്റെ ഒക്കെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജും കൂടിയായിരുന്നു. കാരണം ചേർച്ചസ് ഒക്കെ ആൾക്കാരെ ഇത്രമാത്രം മുതലെടുക്കുന്നത് കാരണം ഒരുപാട് അവരെ ഇങ്ങനെ കറപ്റ്റഡ് ആക്കുന്നത് കാരണം ചേർച്ചസിന്റെ ഒക്കെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജും കൂടി ആയിരുന്നു. അതിനെല്ലാം ഇതിന്റെ എല്ലാം ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഗ്രോത്ത് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചോസറിന്റെ ഏജിനെ കുറിച്ച് പറഞ്ഞത് വളരെ ടർബുലന്റ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പട്ടിണിയും ദാരിദ്ര്യവും അതുപോലത്തെ അനിശ്ചിതാവസ്ഥയും അതുപോലെ ബ്ലാക്ക് ഡെത്ത് പോലത്തെ കാര്യങ്ങൾ സംഭവിച്ചതാണ് ഈ ഒരു ഏജിന്റെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കുറേയും കൂടി ചർച്ചിന് അഗെയിൻസ്റ്റ് ആയിട്ടും ആ കറപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ തന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. കാരണം ക്ലർജി പീപ്പിൾസ് കുറേ കാര്യങ്ങളിൽ ഇഗ്നോറന്റ് ആയിരുന്നു. കുറേ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സും കുറേ അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടി ഇവരെ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയായിരുന്നു. അപ്പൊ ചോസറിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടംപററി ആണ് ജോൺ വൈക്ലിഫ്. നമ്മൾ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നാണ് വൈക്ലിഫിനെ വിളിക്കുന്നത്. മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് എന്ന് നമ്മൾ ചോസറെ വിളിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ കാത്തലിക് ചർച്ചിന്റെ അതോറിറ്റീനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും ലല്ലാർഡ് മൂവ്മെന്റ് സ്ഥാപിക്കുകയും അതുപോലെ വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തി. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഒരു ന്യൂ ഏജ് ഓഫ് ലേണിംഗ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ഏജ് പഠിക്കുമ്പോൾ ആ ഓരോ ഏജിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ പഠിച്ചു പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സ്റ്റോറി ലൈൻ പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനും കാര്യങ്ങൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ നമ്മൾ അറിഞ്ഞോ നമ്മൾ ചോസറിന്റെ ഒരു കണ്ടംപററി നമ്മൾ കണ്ടു കഴിഞ്ഞു. ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന കണ്ടംപററിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നീട് നമുക്കുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ഏജിനെ ഇങ്ങനെ ഒരു ഏജ് ആക്കി ഡെവലപ്ഡ് ആക്കാൻ കാരണം എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയിറ്റ് ഓഫ് ദ മിഡീവൽ ഏജ് എന്ന് വിളിക്കുന്നത് ജെഫ്രി ചോസറെയാണ്. ഓതർ, പോയറ്റ്, ഫിലോസഫർ അങ്ങനെ എല്ലാ രീതിക്കും അദ്ദേഹം ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു ഏർലി പീരീഡ്, മിഡിൽ പീരീഡ് ആൻഡ് ലേറ്റ് പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ആദ്യത്തെ രണ്ട് പീരീഡും പക്ക ലാറ്റിൻ, ഫ്രഞ്ച് ഭാഷകളിലെ വർക്ക്സിന്റെ ട്രാൻസ്ലേഷനും ഇംഗ്ലീഷ് പീരീഡിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വർക്ക് എഴുതുന്നത്. അപ്പൊ ചോസറിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ റൊമാൻ ഡില റോസസ്, ദ പാർലമെന്റ് ഓഫ് ഫൗൾസ്, ലെജൻഡ് ഓഫ് ഗുഡ് വുമൻസ്, കാന്റർബറി ടെയിൽസ്, ട്രോയിലസ് ആൻഡ് ക്രസീഡെ, ദ ബുക്ക് ഓഫ് ദി ഡച്ചസസ്. ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും പഠിക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തണം. അതിനുശേഷമുള്ളത് ഷേക്സ്പിയറിന്റെ വർക്ക്സ് ആണ്. ഷേക്സ്പിയറിന്റെ വർക്ക് നമുക്ക് ഇങ്ങനെ കടലോളം കിടക്കുകയാണ് അല്ലെ. കാരണം നമുക്ക് അത്ര 37 നാടകങ്ങളും അതിനൊത്ത സോണറ്റുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വർക്ക്സിനെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ട്രാജഡീസ്, കോമഡീസ് ആൻഡ് ഹിസ്റ്ററീസ്. അതിനുശേഷം നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ കുറച്ച് ദിവസം ട്രാജഡീസിന് വേണ്ടി മാറ്റിവെക്കുക, കോമഡീസിന് വേണ്ടി മാറ്റിവെക്കുക, ഹിസ്റ്ററീസിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ ആ പ്ലാൻ വെൽ സ്ട്രക്ചർഡ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ വർക്ക്സും കവർ ചെയ്യാൻ പറ്റും. ഓരോ വർക്ക്സും ഫീമെയിൽ ക്യാരക്ടർ, അതിലെ ആന്റഗോണിസ്റ്റ്, പ്രൊട്ടാഗണിസ്റ്റ്, അതുപോലെ തീം, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോയാൽ മതിയാകും. ഫേമസ് റൈറ്റേഴ്സ് ആണ് ഡ്രൈഡനും പോപ്പും. ഡ്രൈഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഷേക്സ്പിയറിന് ശേഷം ഗ്രേറ്റസ്റ്റ് ഹീറോയിക് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഡ്രൈഡൻ എന്ന് പറയുന്നത്. ഡ്രൈഡനും ഇതുപോലെ കുറേ വർക്ക്സ് ഉണ്ട്. ട്രാജഡീസ് ഉണ്ട്, ട്രാജഡീസ് ഉണ്ട്, കോമഡീസ് ഉണ്ട്, പോയിംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ റൈറ്റേഴ്സിന്റെ, ഇപ്പൊ ഡ്രൈഡന്റെ ആണെങ്കിൽ അബ്സലം ആൻഡ് അക്കിറ്റോഫിൽ, അതേപോലെ സെറ്റാരിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാക്ഫ്ലക്നോ, മെഡൽ എന്ന് പറയുന്ന പോയിംസ് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഓരോ റൈറ്റേഴ്സിന്റെ വർക്ക്സ് എടുത്ത് പഠിക്കുമ്പോൾ ഈ വർക്ക്സ് നിങ്ങൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. കോമഡീസ്, ട്രാജി കോമഡീസ്, ഡ്രാമാസ്, പ്ലേ, സോണറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് ഒരു സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. പോപ്പിന്റെ വർക്ക്സ് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോപ്പിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് എസ്സേ ഓൺ മാൻ, ട്രാൻസ്ലേഷൻ ഓഫ് ഒഡീസി, റേപ്പ് ഓഫ് ലോ, എസ്സേ ഓൺ ക്രിറ്റിസിസം, എപ്പിസ്റ്റൽ ടു ഡോക്ടർ അർബറ്റ് നോട്ട്. അപ്പൊ അങ്ങനെ ഓരോ വർക്ക്സും അവരുടെ മേജർ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കി പഠിക്കണം. ഇതെല്ലാം നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ഏജ്. ചോസറിന്റെ കാലഘട്ടം പോലെ തന്നെ
ഏജ് ആണ് റൊമാൻറ്റിക് ഏജ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷന്റെയും ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ലവ് ടുവേർഡ്സ് നേച്ചർ വന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് പ്രോസ് ആൻഡ് റീസൺ. റൊമാൻറ്റിക് ഏജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് 18th സെഞ്ചുറിയുടെ അവർ 18th സെഞ്ചുറിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. ആൻഡ് ദേ ഹാവ് എ ലവ് ടുവേർഡ്സ് റീസൺ. അതുപോലെ റൊമാൻറ്റിക് ഏജിൽ അവർ ഡെവലപ്പ് ചെയ്തത് ഓൾട്ടർനേറ്റീവ് എസ്തെറ്റിസം, അല്ലെങ്കിൽ ആ പറയുന്ന അതുവരെ നിയോ ക്ലാസിസം ഏജിൽ സംഭവിച്ച കാര്യങ്ങളിൽ കുറേയും കൂടി ഫ്രീ ആക്കുകയാണ്. നിയോ ക്ലാസിസിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ദേ ആർ ഫോക്കസിങ് ഓൺ ക്ലാസിസിസം ഇൻ എ ന്യൂ മോഡൽ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും കുറേയും കൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ഫോമാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സിനെ നോക്കുക, പോയിറ്റ്സിനെ നോക്കുക, ഡ്രമാറ്റിസ്റ്റുകളെ നോക്കുക. ദെൻ കം ടു വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജ് ആണെങ്കിൽ ക്യൂൻ വിക്ടോറിയ ത്രോണിൽ കയറുന്ന കാലഘട്ടം മുതൽ വിക്ടോറിയൻ ഏജ് ആണ്. കംപ്ലീറ്റ്ലി സ്വീപ്പിംഗ് ചേഞ്ചസ് ഫേസ് ചെയ്ത ഒരു ഏജ് ആയിരുന്നു വിക്ടോറിയൻ ഏജ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ പറയുന്നത് പോലെ അവിടുത്തെ റൈറ്റിംഗ് സ്റ്റൈൽ ഇറ്റ് സംതിങ് ഡിഫറെന്റ് ഫ്രം നിയോ ക്ലാസിസം ഏജ് ആൻഡ് റൊമാൻറ്റിക് ഏജ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഏജിന്റെ ഫീച്ചേഴ്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക്സ് പഠിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും. റൊമാൻറ്റിക് ഏജ് ആൻഡ് വിക്ടോറിയൻ ഏജ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 1798 to 1837 ആണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. 1837 to 1901 ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. റൊമാൻറ്റിക് ഏജിൽ വി ഡു നോട്ട് ഹാവ് എ കിങ് ഓർ എ ക്യൂൻ, പക്ഷെ വിക്ടോറിയൻ ഏജിൽ വി ഹാവ് എ ക്യൂൻ കോൾഡ് ക്യൂൻ വിക്ടോറിയ. And romantic age was completely influenced by nature, and Victorian age was completely influenced by industrial revolution. ഇങ്ങനെ ഓരോ ഏജിന്റെ ഫീച്ചേഴ്സ് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ഡേറ്റും കാര്യങ്ങളും കണ്ടെത്തി പഠിക്കുക. Then English literature. Indian English literature is very, very important when we goes to the syllabus. അപ്പൊ നിങ്ങൾ അതിനകത്ത് നമുക്കറിയാം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ റൈറ്റേഴ്സ് ഉണ്ട്. AK രാമാനുജൻ, നസീം വസിക്കൽ, കുറേ ആളുകളുണ്ട്. അവരെ നിങ്ങൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ സൽമാൻ റഷീദി, വിക്രം സേത്ത്, അമിതാഭ് ഘോഷ് ഓരോ റൈറ്റേഴ്സിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് പഠിക്കുക. അതുപോലെ ജുംബ ലാഹിരി, ചേതൻ ഭഗത്, ടാഗോർ, അരുന്ധതി റോയ്, ഈ ജുംബ ലാഹിരിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് സെറ്റ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഈ റൈറ്റേഴ്സിനെ പഠിക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാകണം. ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ലിംഗ്വിസ്റ്റിക്സ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പരീക്ഷയ്ക്ക് ഈ തവണ നടന്ന 2024 പരീക്ഷയുടെ ചോദ്യങ്ങൾ ഞാൻ ഇതിനു ശേഷം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ലിംഗ്വിസ്റ്റിക്സിന്റെ ഏരിയ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ആയിരുന്നു എന്ന്. ലിംഗ്വിസ്റ്റിക്സ് എന്നാൽ സയന്റിഫിക് ബ്രാഞ്ച് ഓഫ് ലാംഗ്വേജ് ആണ്. അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്. അതുപോലെ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടേംസ് ഉണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ലാങ്, പരോള്, പിജിന്, ക്രയോള്, അതുപോലെ പെർഫോമൻസ്, കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്, അങ്ങനെ ഒരുപാട് ടേംസ് അസോസിയേറ്റഡ് ആണ്. നമുക്ക് അത്യാവശ്യം സമയമെടുത്ത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കുറച്ച് സമയങ്ങൾ ഏകദേശം ഒരു 5-6 ദിവസം നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സിന് വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, the process of natural assimilation involving intuitions and subconscious learning. വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇൻറ്റ്യൂഷൻസിന്റെ ബേസിസും സബ്കോൺഷ്യസ് മൈൻഡിന്റെ ബേസിസിലും ലാംഗ്വേജ് ലേണിംഗിന് പറയുന്ന പേര് ലാംഗ്വേജ് അക്വിസിഷൻ എന്നാണ്. ലാംഗ്വേജ് അക്വിസിഷൻ എന്നാൽ വളരെ നാച്ചുറൽ ആയിട്ട്, വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ റിയൽ ലൈഫിലെ ഇൻട്രാക്ഷനിലൂടെയും ലേണർ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്യുന്ന രീതിയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ലേണിംഗ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ലാംഗ്വേജ് അക്വിസിഷൻ. ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പഠിച്ച് ഗ്രാമാറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഒക്കെ പഠിച്ച് അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ അതിൻ്റെ ഒരു ബേസിൽ തൊട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് പോകുന്ന രീതിയാണ് പഠനം എന്ന് പറയുന്ന രീതി. മറ്റത് അക്വിസിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ബേബീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞു ബേബി എങ്ങനെ ലാംഗ്വേജ് പഠിക്കാം, അവൻ അവൻ്റെ അമ്മയോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ അമ്മ, അച്ഛ എന്നൊക്കെയുള്ള വേർഡ്സ് നാച്ചുറൽ ഇൻട്രാക്ഷൻ വഴി, ഇൻറ്റ്യൂഷൻസ് വഴി സബ്കോൺഷ്യസ് മൈൻഡിലെ ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അതിൻ്റെ പേരാണ് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് ലേണിംഗ് വേഴ്സസ് ലാംഗ്വേജ് അക്വിസിഷൻ ഇസ് വൺ ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ linguistics. The variation in the meaning of word lead, meaning a metal, and to give നമ്മൾ ലീഡ് ചെയ്യുക. നമുക്ക് ലെഡ് എന്നും വായിക്കാം, ലീഡ് എന്നും വായിക്കാം അല്ലേ. ക്യാൻ ബി സൈറ്റഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോഗ്രഫി ആണ്.
അതായത് ഈ ഹോമോഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആയിരിക്കും, അതായത് സ്പെല്ലിംഗ് വൈസ് സെയിം ആയിരിക്കും, പക്ഷെ പ്രൊനൗൺസിയേഷൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേണം നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ബാങ്ക് എന്ന് പറയുന്ന വേർഡിന് ഇറ്റ് ഹാസ് സിമിലർ സ്പെല്ലിംഗ്, പക്ഷെ അതിൻ്റെ ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. ദ പ്ലേസ് വി വേ പുട്ട് മണി, പിന്നെ റിവർ ബാങ്ക്, നദീതീരത്തിന് നമ്മൾ ബാങ്ക് എന്ന് പറയാറുണ്ട്. സോ ഹോമോഗ്രാഫ് മീൻസ് സെയിം. ഗ്രാഫ് മീൻസ് അവിടെ എഴുത്ത് സെയിം ആയിരിക്കും. ഇപ്പോൾ ലെഡ് എന്ന് പറയുന്നത് നമുക്ക് സെയിം സ്പെല്ലിംഗ് ആണ് ലെഡിനും ലീഡിനും. ലെഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, ലീഡ് എന്ന് പറഞ്ഞാൽ അത് ഗൈഡൻസ് കൊടുക്കുന്ന കാര്യമാണ്. സോ ഇങ്ങനത്തെ വേർഡ്സിന്റെ പേരാണ് ഹോമോഗ്രാഫ് എന്ന് പറയുന്ന കാര്യം. ഇതെല്ലാം ലിംഗ്വിസ്റ്റിക്സിലെ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. ടോട്ടാലിറ്റി ഓഫ് സ്പീച്ച് ഹാബിറ്റ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ സ്പീച്ച് ഹാബിറ്റ്സിന് പറയുന്ന പേര് ഇഡിയോലെക്റ്റ് ആണ്. ദ ഇൻഡിവിജ്വൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ഇസ് കോൾഡ് എസ് ഇഡിയോലെക്റ്റ്. അതായത് നമ്മൾ ഡയലക്റ്റ് നോക്കുവാണെങ്കിൽ റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് ആണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ഒരു വേർഷനാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ സ്പെസിഫിക് ഫോം ഓഫ് ലാംഗ്വേജ് യൂസിനാണ് നമ്മൾ ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ് ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതും ഒരു ചോദ്യമാണ്, നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു, അത്യാവശ്യം നമ്മളൊന്ന് കുഴപ്പിച്ച ചോദ്യമാണ്, പക്ഷെ ഭയങ്കര എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ വേർഡ്സ് ആപ്പിൾ ആൻഡ് ആപ്പിൾസ് ബിലോ. ആപ്പിൾ എന്നാൽ ഒരു ഡയസിലബിക് വേർഡ് ആണെന്നും ആപ്പിൾ ഇസ് എ മോണോമോർഫിക് വേർഡ് ആണെന്നും ആപ്പിൾസ് ഇസ് എ ഡയസിലബിക് വേർഡ് ആണെന്നും ആപ്പിൾസ് ആസ് എ മോണോമോർഫിക് വേർഡ് ആണെന്നും പറയുന്നുണ്ട്. ഇതിനകത്ത് 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം എന്നാൽ എന്താണ് ഡൈസിലബിക് എന്നാൽ 2 സിലബിൾസിന്റെ കോമ്പിനേഷൻസ് വരുന്ന വേർഡ്സിനാണ് നമ്മൾ ഡൈസിലബിക്സ് എന്ന് പറയുന്നത്. 3 സിലബിൾസ് ആണെങ്കിൽ നമ്മൾ ട്രൈസിലബിക് എന്ന് പറയുന്നു. സോ ആപ്പിളും ആപ്പിൾസും ഡൈസിലബിക് വേർഡ്സ് തന്നെയാണ്. എന്നാൽ ആപ്പിൾ ഒരു മോണോമോർഫിക് വേർഡ് ആണെങ്കിൽ ആപ്പിൾസ് എന്ന് പറയുന്നത് ഒരു മോണോമോർഫിക് വേർഡ് അല്ല, അതൊരു ബൈമോർഫിക് വേർഡ് ആണ്. അപ്പൊ എന്താണ് ഈ മോണോമോർഫിക് വേർഡ്? നമുക്ക് മോർഫീം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. നമ്മൾ IC അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ദ ബോയ്സ് ഷൗട്ടഡ് ലൗഡ്ലി, അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ദ ബോയ് യെസ്, അവിടെ യെസ്സിന് ഒരു മീനിങ് ഉണ്ട്. അത് പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വേർഡാണ് എസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ബോയ്സ് എന്തായിട്ട് വരും? ബോയ് പ്ലസ് എസ് ആണ്. ബോയ് ഹാസ് എ മീനിങ് ആൻഡ് ബോയ്സ് ഹാസ് അനദർ മീനിങ്. അപ്പൊ നമ്മളിവിടെ ആപ്പിൾസ് എന്ന് പറയുന്നത് ഒരു മോണോമോർഫിക് വേർഡ് ആവുമോ? ഇല്ല. ആപ്പിൾ എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് ആപ്പിൾസ് എന്ന് പറയുന്നത്. സോ യെസ് ഹാസ് എ പ്ലൂറൽ മീനിങ്. അതുകൊണ്ടാണ് ഓപ്ഷൻ 4 തെറ്റായത്. Which one of the following statement regarding received pronunciation are true? RP എന്ന് പറയുന്ന received pronunciationുമായി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ശരിയായത് ഏതൊക്കെയാണ്? Received pronunciation is accent traditionally regarded as a standard and most prestigious form of spoken British English. British Englishന്റെ ഏറ്റവും prestigious form ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വിക്കിപീഡിയയിലെ ഫസ്റ്റ് ലൈൻ തന്നെ ഇതാണ്. Received pronunciation or RP is the accent traditionally regarded as a standard and most prestigious form of spoken British English. It is West Midland and dialect spoken in London. അല്ല. RP was also known as BBC English. BBC English എന്ന് നമ്മൾ RPനെ പറയാറുണ്ട്. So 1 and 3 are correct. CAL in ESL സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗിൽ എന്താണ് CAL എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. ഇതുപോലെ കുറച്ച് ഫുൾ ഫോംസ് ഉണ്ട്. ആ ഫുൾ ഫോംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. Which of the following statement regarding direct method of language teaching are true? നിങ്ങൾക്കറിയാം ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ഭാഗം തന്നെയാണ് പെഡഗോജിക്കൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഡിറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിനകത്ത് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ബേസിസിൽ 1 and 2 are correct. The language that does not belong to the Centum group of Indo-European family. Indo-European family നമ്മൾ നോക്കുകയാണെങ്കിൽ ബാൾട്ടോ സാൽവിക് ഉണ്ട്, ഇൻഡോ ഇറാനിയൻ ഉണ്ട്, ജർമാനിക് ഉണ്ട്, റോമൻ ഉണ്ട്, കെൽറ്റിക് ഉണ്ട്, അർമേനിയൻ ഉണ്ട്, ഗ്രീക്ക് ഉണ്ട്, അൽബേനിയൻ ഉണ്ട്. അതിന്റെ ഭാഗം ആകാത്തത് നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇറ്റാലിക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇറ്റാലിക് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രീക്ക് അതിന്റെ ഭാഗമാണ്. കെൽറ്റിക് എന്ന് പറയുന്ന ലാംഗ്വേജ് അതിന്റെ ഭാഗമാണ്. കെൽറ്റിക് ഒരു വലിയൊരു ബ്രാഞ്ച് ആയിട്ട് തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ചെക്ക് ഇസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലെ സെൻഡം ഗ്രൂപ്പിന്റെ ഭാഗമല്ല. അപ്പൊ ഈ പറയുന്ന ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
വിച്ച് among the following is a portmanteau word? എന്താണ് ഈ portmanteau word എന്ന് വെച്ചാൽ? portmanteau words എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഞ്ച് എന്ന് പറയില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ഇസ് എ കോമ്പിനേഷൻ, അതിന് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ ബ്രഞ്ച് എന്ന് പറയുന്നത്. അതുപോലത്തെ വേർഡ്സ് ഏതൊക്കെയാണ്? ഇപ്പം നിങ്ങൾക്കറിയാം ഇത് ടെലിഫോൺ, അതുപോലെ എയ്റോപ്ലെയിൻ, റെഫ്രിജറേറ്ററിൻ്റെ ഒക്കെ ഷോർട്ട് ഫോം ആണ് ഫോണും പ്ലെയിനും ഫ്രിഡ്ജും. എന്നാൽ സ്പോർക്ക് എന്ന് പറയുന്ന വേർഡ് കോമ്പിനേഷൻ വേർഡ് ആണ്. സോ അതൊരു portmanteau വേർഡ് ആണ്. അടുത്ത ഫ്രിക്കേറ്റീവ് സൗണ്ട്സ്, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷനും മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിസിൽ സൗണ്ട്സിൻ്റെ ഡിവിഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഫ്രിക്കേറ്റീവ് സൗണ്ട്സിൻ്റെ ഒരു അസേർഷനും ഒരു റീസണാണ് പറഞ്ഞേക്കണേ. എസ് ആൻഡ് സിക് ആസ് എ ഫ്രിക്കേറ്റീവ് സൗണ്ട്. നമുക്കറിയാം എസ് എല്ലാം ഫ്രിക്കേറ്റീവ് സൗണ്ട് കാറ്റഗറിയാണ്. ഫ്രിക്കേറ്റീവ് എന്നാൽ ദ കൺസണന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോഴ്സിങ് എയർ ത്രൂ എ നാരോ ചാനൽ മെയ്ഡ് ബൈ പ്ലേസിംഗ് ടു ആർട്ടിക്കുലേറ്റഡ് ക്ലോസ് ടുഗെദർ. അതിൻ്റെ ആ മാനർ ഓഫ് ആർട്ടിക്കുലേഷനാണ് പറയുന്നത്. സോ രണ്ടും ശരിയാണ്. അടുത്തത് ദ ടോണിക് സ്ട്രെസ് ഇൻ ദ വേർഡ് കണ്ടിന്യൂസ് ഫാൾസ് ഓൺ. എപ്പോഴും ഈ സ്ട്രെസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആൻഡ് ഇവിടെ കണ്ടിന്യൂസ്ലി സ്ട്രെസ് ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് സിലബിളിലാണ്. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊട്ടേഷൻസ് ഫ്രം ഫേമസ് വർക്ക്സും അതേപോലെ സ്റ്റോറി ലൈൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാരേജ് ഇസ് ബട്ട് എ സെറിമോണിയൽ ടോയ്. ഇഫ് thou lovest me, think no more it. These are the words by മെഫിസ്റ്റോഫൽസ്. നമ്മുടെ ഡോക്ടർ ഫൂസ്റ്റസിലെ മെഫിസ്റ്റോഫൽസിന്റെ വാക്കുകളാണിത്. നിങ്ങൾക്കറിയാം ഡോക്ടർ ഫൂസ്റ്റസ് എന്ന് പറയുന്ന പ്ലേ ഒക്കെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ഡോക്ടർ ഫൂസ്റ്റസ്, ഹാംലെറ്റ്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ കംപ്ലീറ്റ് ഫുൾ വർക്ക്സ് പഠിച്ചേ പറ്റൂ. ഫുൾ എൻറ്റയർ വർക്ക് നമ്മൾ പഠിക്കണം. സോ ആക്ട് 2 സീൻ 1 മെഫിസ്റ്റോഫൽസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. മെഫിസ്റ്റോഫൽസിനെ സംബന്ധിച്ച് മാരേജിന് ഭയങ്കര ചെറിയ ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഒരു സെറിമോണിയൽ ടോയ്, പേരിന് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. സോ ലിറ്റിൽ വേർത്ത് എന്നാണ് മെഫിസ്റ്റോഫൽസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to Steele, in a word, all the conversation and knowledge has been the female word. This is about the character Will Honeycomb. Steele ഈ ഒരു ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് being very familiar with gallantries and pleasure of his age. He is described as a very careful of his page for person. So he can hide his true age. It seemed that this man's area of expertise is woman. അങ്ങനത്തെ ഒരു ഫീമെയിൽ വേൾഡിലേക്കൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വിൽ ഹണികോംബ് എന്ന് പറയുന്ന ക്യാരക്ടറെ സ്റ്റീൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Culture is ordinary in every society and every mind is a quote from Raymond Williams. There are two motives for reading a book, one that you enjoy it, the other that you can boost about it. It's a quote from Burton and Russell. കൊട്ടേഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഏത് വർക്ക്സിനെ ബേസ് ചെയ്ത് കൊട്ടേഷൻസ് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വാസ്റ്റ് ഏരിയാസ് ഉള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സിലെ മാക്സിമം കൊട്ടേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. People are bloody ignorant apes is an utterance by the character Dash in Waiting for Godot. നമ്മൾ ഹാംലെറ്റും ഡോക്ടർ ഫൂസ്റ്റസും ഒക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന വർക്ക്. ആൻഡ് ഇറ്റ് വാസ് സ്പോക്കൺ ബൈ എസ്ട്രജൻ. Oh, from this time forth my thoughts be bloody or be nothing worth. It's a line from Soliloquy of Hamlet. In which of Hardy's novel does the scene of a man selling his wife takes place? നിങ്ങൾക്കറിയാം മേയർ ഓഫ് ദി കാസ്റ്റർബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വർക്കിന്റെ ബിഗിനിങ് തന്നെ ആ ഒരു അലഞ്ഞിരിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവും അയാൾ മദ്യപിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വെഡിങ് റിങ്ങും വൈഫിനെയും ഓപ്ഷൻ ചെയ്ത് ലേലം വിളിച്ച് വിൽക്കുന്ന സീനാണ്. The answer is Mayor of Casterbridge, the book which describes the adventures of a poet who changes sex from man to woman and lives for centuries, meeting the key figures of English literary history. അത് ഏത് ബുക്കിലാണ്? ഒർലാൻഡോയുടെ എ ബയോഗ്രഫി എന്ന് പറയുന്ന വർക്കിനകത്താണ് പറയുന്നത്. ഈ ക്യാരക്ടർ ലിസ്റ്റ് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വർക്ക്സിലെ ക്യാരക്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോവൽ ഇസ് എ ക്യാരക്ടർ ഇൻ ബെൻ ജോൺസൺസ് പ്ലേ. നോവൽ എന്ന് പറയുന്ന ക്യാരക്ടർ ബെൻ ജോൺസന്റെ ഏത് പ്ലേയിലുള്ളതാണ്? എവറി മാൻ ആൻഡ് ഹിസ് ഹ്യൂമർ. വിൽക്കിൻസ് മൈക്കബർ is a fictional character in Charles Dickens' novel David Copperfield. Lieutenant Frederick Henry, Miss Catherine Barclay, Helen Ferguson are the characters in the novel A Farewell to Arms.
റഫേൽ ഹാത്തൽവേ ഇൻ ഉട്ടോപ്പിയ, അദ്ദേഹം ആ ക്യാരക്ടർ എന്ത് ക്യാരക്ടറാണ്? എ ഫിലോസഫർ ആൻഡ് എ ട്രാവലർ. ശരിക്കും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും 2024, 23, 22 ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിവൈഡ് ഇറ്റ് ഇൻടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഏരിയാസിലെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്ര ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ വർക്ക്സിൻ്റെ ലിസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് മാച്ച് ദ ഫോളോയിങ്സ് ഒക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്സിൻ്റെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ 4-5 ലൈനിൽ യു ക്യാൻ റാപ്പ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. അതായത് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന്, ക്രിറ്റിസിസം ഭാഗത്തു നിന്ന്, പോയിട്രി സെക്ഷൻസിൽ നിന്ന്, നോവൽ സെക്ഷൻസിൽ നിന്ന് ഇത്ര എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ അറിവാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നത്. നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു സെക്ഷന് ശേഷമായിട്ട് ഞാൻ ഈ തവണ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തി അതിന്റെ എക്സ്പ്ലനേഷനും കൂടി പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. അതായത് ആ പ്ലാനിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വരെ നിങ്ങൾ സമയം കണ്ടെത്തണം. ഞാൻ ഇവിടെ ഒരു ടൈം ഷെഡ്യൂൾ വെക്കാത്തത് ഒരാൾക്കും നമുക്ക് ടൈം പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ചില ആളുകൾക്ക് റൊമാൻറ്റിക് ഏജ് കൂടുതൽ അറിയാം, ചില ആൾക്ക് വിക്ടോറിയൻ ഏജ് കൂടുതൽ അറിയായിരിക്കും. ഇറ്റ്സ് പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺസ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അറിവും അറിവില്ലായ്മയും അനുസരിച്ച് വേണം നിങ്ങൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ആ പ്ലാൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കണം. നല്ല ഭംഗിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യണം. ഏറ്റവും സൂപ്പർ ആയിട്ട് ഇനി വരുന്ന ജൂലൈയിലെ സെറ്റ് എക്സാം എഴുതുകയും വേണം. അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.